കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ സഹകരണം മാത്രമാണ് ആവശ്യമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഭൂമി ഏറ്റെടുക്കലിനടക്കം പണമല്ല തടസ്സമെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു. പാലക്കാട് ഡിവിഷൻ റദ്ദാക്കുമെന്നത് വ്യാജ പ്രചരണമാണെന്ന് പറഞ്ഞ റെയിൽവേ മന്ത്രി കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി 3011 കോടി രൂപ നീക്കിവെച്ചതായും ചൂണ്ടിക്കാട്ടി. 3011 കോടി രൂപയാണ് കേരളത്തിന്റെ റെയിൽവേ മേഖലയ്ക്കായി കേന്ദ്ര ബജറ്റിൽ നീക്കിവെച്ചതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. പണം കേരളത്തിലെ റെയിൽവേ വികസനത്തിന് തടസ്സമല്ല. ഭൂമി ഏറ്റെടുക്കലിനടക്കം സംസ്ഥാന സർക്കാരിന്റെ നിസ്സീമമായ സഹകരണമാണ് ആവശ്യമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി ചൂണ്ടിക്കാട്ടി. Overall, in the state of Kerala, we require 459 hectares of land for the railway. 459 hectares. That's it. And we have got about 62 hectares only. So I will not be able to go in individual projects. See, what I can share with you with a lot of responsibility is that whatever funds are required will be provided. Question is, we have to work in a cooperative federalism mode where the country is willing to work and the state has to come forward and provide the support which, as per the constitutional arrangement, only state can provide, right? So that has to come from the state. അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള ശബരിപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കൽ മുന്നോട്ട് നീങ്ങുന്നില്ല. ചെങ്ങന്നൂരിൽ തുടങ്ങി പമ്പയിൽ അവസാനിക്കുന്ന മറ്റൊരു പാത പരിഗണനയിലുണ്ടെന്നും റെയിൽവേ മന്ത്രി സൂചിപ്പിച്ചു. 2500 കോച്ചുകൾ നിർമ്മാണത്തിലാണ്. ഇതെത്തുന്നതോടെ കേരളത്തിലെ ലോക്കൽ കമ്പാർട്ട്മെന്റുകളിൽ അനുഭവിക്കുന്ന തിരക്ക് ഒഴിവാക്കാനാകുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. അതേസമയം കേരളത്തിൽ ട്രെയിനുകൾ വൈകുന്നതിന് കാരണം വന്ദേ ഭാരത് ആണെന്ന ആരോപണം റെയിൽവേ മന്ത്രി തള്ളിക്കളഞ്ഞു. വന്ദേ ഭാരതിനെതിരെ നിരന്തരം നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടെന്നും ഹാസ്യരൂപേണ റെയിൽവേ മന്ത്രി സൂചിപ്പിച്ചു. There is one political party in Kerala which has many MPs which continuously attacks the Vande Bharat train, says that it is not required. Ask them whether they require or not. കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിക്ക് കീഴിൽ നവീകരണത്തിലാണെന്നും കഴിഞ്ഞ 10 വർഷത്തിനകം 106 അടിപ്പാലങ്ങളോ മേൽപ്പാലങ്ങളോ റെയിൽവേ കേരളത്തിൽ നിർമ്മിച്ചിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.